ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. സെൽഷ്യസ് മെന്റർ കമ്മ്യൂണിറ്റിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് റീസണിങ്ങിലെ, ലോജിക്കൽ റീസണിങ്ങിലെ ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പഠിക്കാം. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാലും മതി കേട്ടോ. റെസ്പോണ്ട് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ ആണല്ലോ, എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ പഠിക്കാം. നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേര് ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് എന്നാണ്. എന്താ ഡയറക്ഷൻ? നമ്മുടെ ഡെയിലി ലൈഫിൽ ഏതൊക്കെ ഡയറക്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത്? ഏതൊക്കെയാ ഡയറക്ഷൻസ് അറിയാവോ എല്ലാവർക്കും? ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. ഓക്കെ ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. നമ്മൾ ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഡയറക്ഷൻ പറയുന്നത്? ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് നിന്നു, ഇപ്പം ചോദിക്കുകയാണ് ഈസ്റ്റ് എവിടെയാണ്, നമ്മൾ എങ്ങനെ മനസ്സിലാക്കും ഈസ്റ്റ് എവിടെയാണെന്ന്? എങ്ങനെയാ മനസ്സിലാക്കുന്നത്? സൂര്യനെ നോക്കിയിട്ടായിരിക്കുമല്ലോ, അല്ലേ? ആണോ? അതായത് നമ്മള് ഈസ്റ്റും വെസ്റ്റും ഒക്കെ പറയുന്നത് സൂര്യനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ സണ്ണിനെ ബേസ് ചെയ്തിട്ടാണ്. കാരണം നമ്മൾക്കറിയാം സൂര്യൻ ഉദിക്കുന്നത് എവിടെ നിന്നായിരിക്കും? ഈസ്റ്റിൽ നിന്നായിരിക്കും. അസ്തമിക്കുന്നത് വെസ്റ്റിലുമായിരിക്കും. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡയറക്ഷൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് നമുക്ക് അവിടെ എവിടെയാണ് സൂര്യൻ ഉദിക്കുന്നതെന്നോ അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന ഡയറക്ഷൻ ഏതാണെന്നോ അതൊന്നും അല്ല അറിയേണ്ടത്. ശ്രദ്ധിക്കുക, ഞാൻ ഡയറക്ഷൻസ് പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ആണ് എന്ത് ഡയറക്ഷൻസ് എന്ന് പറയുന്നത്. ഈ ഡയറക്ഷനെ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിൽ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നത് ഈ രീതിയിലായിരിക്കും. അതായത് ആദ്യം ഒരു പ്ലസ് സൈൻ കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ? ഈ പ്ലസ് സൈൻ്റെ, അതായത് നമ്മൾ പേപ്പറിൽ വരയ്ക്കുമ്പോൾ ഒരു പ്ലസ് സൈൻ വരയ്ക്കുന്നു. ഈ പ്ലസിന്റെ ടോപ്പിൽ നമ്മൾ എന്ത് വരയ്ക്കുന്നു? നോർത്ത് അടയാളപ്പെടുത്തുന്നു. ഓക്കെ ആണോ? അതായത് പേപ്പറിന്റെ ടോപ്പ് സൈഡിൽ നമ്മൾ നോർത്ത് അടയാളപ്പെടുത്തുന്നു, റൈറ്റ് സൈഡിൽ ഈസ്റ്റും അടയാളപ്പെടുത്തുന്നു. അതായത് നമ്മളൊരു പ്ലസ് വരച്ചു, പ്ലസ് വരച്ചിട്ട് പ്ലസിന്റെ ടോപ്പ് സൈഡിൽ നോർത്തും റൈറ്റ് സൈഡിൽ ഈസ്റ്റും അടയാളപ്പെടുത്തുന്നു. നമുക്കറിയാം നോർത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഏത് ഡയറക്ഷൻ വരും? നോർത്തിന്റെ നേരെ ഓപ്പോസിറ്റ് സൗത്ത് വരും. അപ്പൊ നോർത്ത് നമ്മൾ ടോപ്പിലാണ് അടയാളപ്പെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? താഴെ അടയാളപ്പെടുത്തുക. ഓക്കെ അല്ലേ? ഇനി ഈസ്റ്റ് നമ്മൾ വരച്ച പ്ലസിന്റെ റൈറ്റ് സൈഡിലാണ് അടയാളപ്പെടുത്തിയത് എങ്കിൽ ഈസ്റ്റിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ആളല്ല, വെസ്റ്റ്. വെസ്റ്റിനെ നമ്മൾ ഇതാണ് നമ്മൾക്ക് പഠിക്കാനുള്ള ഡയറക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ ഒരു 4 സബ് ഡയറക്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്നറിയാവോ? നമ്മൾ പറഞ്ഞു നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. ഇത് 4മാണ് ഡയറക്ഷൻസ്. ഇത് കൂടാതെ 4 സബ് ഡയറക്ഷൻസും ഉണ്ട്. പറയാം. നോർത്തിന്റെയും ഈസ്റ്റിന്റെയും ഇടയിലുള്ള ഡയറക്ഷനെ വിളിക്കുന്ന പേരാണ് നോർത്ത് ഈസ്റ്റ്. ഓക്കെ ആണല്ലോ? ഇനി ഈസ്റ്റിന്റെയും സൗത്തിന്റെയും ഇടയിലുള്ള ഡയറക്ഷൻ വിളിക്കുന്ന പേരാണ് സൗത്ത് ഈസ്റ്റ്. ഇനി സൗത്തിന്റെയും വെസ്റ്റിന്റെയും ഇടയിലുള്ള ഡയറക്ഷൻ വിളിക്കുന്ന പേരാണ് സൗത്ത് വെസ്റ്റ്.
വെസ്റ്റിന്റെയും നോർത്തിന്റെയും ഇടയിലുള്ള ഡയറക്ഷൻ വിളിക്കുന്ന പേരാണ് നോർത്ത് വെസ്റ്റ്. ഓക്കെ ആണല്ലോ. അതായത് നമ്മളിപ്പോൾ 4 ഡയറക്ഷനും അതിന്റെ 4 സബ് ഡയറക്ഷനും പഠിച്ചു. ഇപ്പോൾ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിനെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് കൊണ്ട് നമ്മൾക്ക് തരുന്ന റെഫ് ഷീറ്റിൽ നമ്മൾ ആദ്യം എന്ത് വരയ്ക്കുന്നു? പ്ലസ് വരയ്ക്കുന്നു. പ്ലസിന്റെ ടോപ്പിൽ നോർത്തും റൈറ്റിൽ ഈസ്റ്റും ആണെന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ അല്ലേ? ടോപ്പിൽ നോർത്തും റൈറ്റ് സൈഡിൽ ഈസ്റ്റും ആണെന്നുള്ള കാര്യം മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. പിന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്കറിയാം. നോർത്തിന്റെ ഓപ്പോസിറ്റ് സൗത്ത് ആണ്, ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് വെസ്റ്റ് ആണ്. ഇത് എല്ലാവർക്കും ഓക്കെ ആണോ? എല്ലാവർക്കും ഇത് മനസ്സിലായോ? അതായത് എങ്ങനെയാണ് ഡയറക്ഷൻ നമ്മൾ ഇനി എഴുതാൻ പോകുന്നത്, അല്ലെങ്കിൽ എക്സാമിന് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എങ്ങനെ ഡയറക്ഷൻ മനസ്സിലാക്കാം എന്നുള്ളത് ഈ പ്ലസ് സൈനിലൂടെ വേണം ചെയ്യാൻ. അതായത് നമുക്ക് തരുന്ന റഫ് ഷീറ്റില് ടോപ്പിൽ നോർത്തും റൈറ്റിൽ ഈസ്റ്റും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് കൺസെപ്റ്റ് ഓഫ് ഡിഗ്രി ആണ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ഡയറക്ഷൻസ് ആണെങ്കിൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിഗ്രിയാണ്. നോക്കാം, നമുക്കറിയാം നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, ഇത് 4 ഡയറക്ഷൻസ്. 2 ഡയറക്ഷന്റെ ഇടയിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 2 ഡയറക്ഷന്റെ ഇടയിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 90. അതായത് ഇതെന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. എങ്കിൽ ഈസ്റ്റിന്റെയും സൗത്തിന്റെയും ഇടയിലുള്ള ആംഗിൾ എത്ര തന്നെ ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലെ? സൗത്തിന്റെയും വെസ്റ്റിന്റെയും ഇടയിലുള്ള ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. നോർത്തിന്റെയും വെസ്റ്റിന്റെയും ഇടയിലുള്ള ആംഗിൾ എത്രയാ? 90 ഡിഗ്രിയാ. ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞു 2 ഡയറക്ഷന്റെ ഇടയിൽ വേറെ ആര് വരുന്നുണ്ട്? ഒരു സബ് ഡയറക്ഷൻ വരുന്നുണ്ട്. ഞാൻ നോർത്തിന്റെയും ഈസ്റ്റിന്റെയും ഇടയിലുള്ള സബ് ഡയറക്ഷനെ നോർത്ത് ഈസ്റ്റ് എന്നാണ് പറയുന്നത്. എങ്കിൽ നോർത്ത് എന്ന് പറയുന്ന ഡയറക്ഷന്റെയും നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന സബ് ഡയറക്ഷന്റെയും ഇടയിലുള്ള ആംഗിൾ എത്രയായിരിക്കും അറിയാമോ? എത്രയായിരിക്കും? 45. ഓക്കെ ആണല്ലോ. 2 ഡയറക്ഷന്റെ ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രിയും ഒരു ഡയറക്ഷന്റെയും സബ് ഡയറക്ഷന്റെയും ഇടയിലുള്ള ആംഗിൾ എത്രയും വരും? 45 വരും. അങ്ങനെയാണെങ്കിൽ നോർത്ത് ഈസ്റ്റിന്റെയും ഈസ്റ്റിന്റെയും ഇടയിലുള്ള ആംഗിൾ എത്ര വരും? 45 വരും. അല്ലെ? ഇതുപോലെ തന്നെ നമുക്കറിയാം ഇതിന്റെ എല്ലാത്തിന്റെയും ഇടയിൽ ആരുണ്ട്? വേറെ ഒരു 3 സബ് ഡയറക്ഷനുകൾ വരുന്നുണ്ട്. ഇതിന്റെ എല്ലാ ഇടയിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെയാണ്. ഇതെല്ലാവർക്കും മനസ്സിലാകും. അതായത് ഡയറക്ഷന്റെയും സബ് ഡയറക്ഷന്റെയും ഇടയിൽ വരുന്ന ആംഗിൾ എത്രയാണെന്നുള്ള കാര്യം എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. എങ്കിൽ അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെപ്റ്റ് ഓഫ് ടേൺ ആണ്. ഞാൻ തന്നെ ജസ്റ്റ് ഇങ്ങോട്ട് കളിക്കുന്നു. ഇതാണ് ഞാൻ വരച്ചു വെച്ച ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ ആദ്യം ശ്രദ്ധിക്കുക, ആദ്യം ഞാൻ നോർത്തിലേക്ക് മൂവ് ചെയ്യുക എന്നാണ് പറയുന്നത്. അതായത് ഞാൻ ആദ്യം നോർത്തിലേക്കാണ് പോയത് എന്ന് പറയുമ്പോൾ നോർത്ത് എന്ന് പറയുന്നത് എവിടെയാ? ടോപ്പ് അല്ലേ? നോർത്ത് എന്ന് പറഞ്ഞാൽ ടോപ്പ് അല്ലേ? എങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കുമല്ലോ മൂവ് ചെയ്യുന്നത് അല്ലേ? ആണോ? ഓക്കെ. ഇനി ഇതാണ് നോർത്ത്. ഞാൻ പേപ്പറിൽ വരയ്ക്കുമ്പോൾ നോർത്ത് എന്ന് പറഞ്ഞാൽ മുകളിലേക്കാണ് എൻ്റെ ആരോ ഇരിക്കുന്നത്. എനിക്ക് ഇതിന്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും കൃത്യമായി അറിയണം. ഞാൻ നോർത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഞാൻ റൈറ്റ് സൈഡിലേക്ക് ഒരു ടേൺ ചെയ്യുകയാണെന്ന് കരുതുക. ഏതായിരിക്കും റൈറ്റ് സൈഡ്? ഈ ആരോ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഈസ്റ്റ് അല്ലേ? അതായത് നോർത്തിലേക്ക് ഞാൻ മൂവ് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ അത് എവിടോട്ട് പോകും? ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് പോകും. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകാം. അതുകൊണ്ട് നമ്മൾ നേരത്തെ വരച്ച പ്ലസ് ഇല്ലേ? ആ പ്ലസിനെല്ലാം ഞാൻ ഒരു ആരോ വെച്ച് കൊടുക്കുക. ആദ്യം ഞാൻ നോർത്തിലേക്ക് മൂവ് ചെയ്തു. നോർത്തിലേക്ക് മൂവ് ചെയ്തപ്പോൾ എൻ്റെ ആരോ മുകളിലേക്കായിരുന്നു. ഞാൻ അവിടെ നിന്നും റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു. റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇങ്ങോട്ടാണ്. അത് ഏത് ഡയറക്ഷനാണ്? ഈസ്റ്റ് ഡയറക്ഷനാണ്. നിങ്ങളുടെ ഇത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? ഇനി പഠിക്കാം. മൈക്ക് ആരെങ്കിലും ഉണക്കി വെച്ചിട്ട് ഓഫ് ആക്കാണ്. ഓക്കെ. ഇനി 2 ഡയറക്ഷൻസ്. 2 ഡയറക്ഷൻസ് എന്ന് പറയുന്നത് 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 2 ഡയറക്ഷൻസ്. 2
ഇനി ഞാൻ ഈസ്റ്റിലേക്കാണ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ വീണ്ടും റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു. ഞാൻ എങ്ങോട്ട് വരുമെന്ന് അറിയാവോ? ഇപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഈസ്റ്റിലേക്കായിരുന്നു. ഞാൻ വീണ്ടും റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തു എന്ന് പറയുമ്പോൾ ഈസ്റ്റിന്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതല്ലേ? ആണല്ലോ. ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ്? സൗത്ത് ഡയറക്ഷനിലേക്കാണ്. ഓക്കെ, ഇതാണ് കൺസെപ്റ്റ് ഓഫ് ടേൺ എന്ന് പറയുന്നത്. അതായത് നമ്മൾ റൈറ്റിലേക്ക് തിരിയുമ്പോൾ ഏത് ഡയറക്ഷനിലേക്ക് പോകുന്നു, അതല്ല ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. നമുക്ക് നോക്കാം. ആദ്യം ഞാൻ നോർത്തിന്റെ കേസ് പറയാം. നോർത്ത്, അതായത് ഇതാണ് നോർത്തിലേക്കുള്ള ഡയറക്ഷൻ. നോർത്തിലേക്ക് മൂവ് ചെയ്യുന്നത് ഞാൻ നേരെയാണ് പോകുന്നത് അല്ലേ? ഇതിന്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്ട് ഇതാ. നോർത്തിന്റെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ആണ്. ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റ് ആണ്. ഓക്കെ ആണോ? ഇതെല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ ആണോ? ആ, ഓക്കെ ആണ്. ഇനി നമുക്ക് അടുത്തത് ഈസ്റ്റിന്റെ കാര്യം പറയാം. ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്റെ ആരോ പോകേണ്ടത് റൈറ്റ് സൈഡിലേക്കാണ് അല്ലേ? ഈസ്റ്റിന്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇതാണ് ഈസ്റ്റിന്റെ റൈറ്റ് സൈഡ്. അതായത് ഈസ്റ്റിന്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ സൗത്ത് ആണ്. ഈസ്റ്റിന്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നോർത്ത് ആണ്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ആ, ഇനി ഇത് ഓക്കെയാണ്. ഇതിപ്പോ നമ്മൾ രണ്ട് ഡയറക്ഷനെ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് സൗത്തിന്റെ പറയാം. സൗത്ത് ഡയറക്ഷൻ നമുക്കറിയാം. സൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റെഫ് ഷീറ്റിൽ വരയ്ക്കുമ്പോൾ ഏറ്റവും താഴത്തെ ആരോ ആണ് അല്ലേ? അതായത് താഴേക്കല്ലേ എന്ത് വരുന്നത്? ആരോ വരുന്നത്. ഇതാണ് സൗത്ത്. സൗത്തിന്റെ റൈറ്റും ലെഫ്റ്റും കൃത്യമായി മനസ്സിലാക്കുക. റൈറ്റ് സൈഡ് എന്ന് പറയുന്നത്, സൗത്തിന്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് വെസ്റ്റും ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഈസ്റ്റും ആണ്. ഓക്കെ ആണോ? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ആ, ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് വെസ്റ്റിനെ പറ്റിയാണ്. വെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈസ്റ്റിന് ഓപ്പോസിറ്റ് ആണ്. അതായത് ഞാൻ റൈറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്നതാണ് ഈസ്റ്റ് എങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കുന്ന ആരുമാണ് എന്ത്? വെസ്റ്റ്. ഇതാണ് വെസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. വെസ്റ്റിന്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് നോർത്താ. വെസ്റ്റിന്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് നോർത്ത്. ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് സൗത്ത് ആണ്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? അതായത് നമ്മളിപ്പോൾ പഠിച്ച 4 ഡയറക്ഷന്റെയും റൈറ്റും ലെഫ്റ്റും കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനി അടുത്തയാണ് കൺസെപ്റ്റ് ഓഫ് ഷോർട്ട് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയും. നമ്മൾ ഇതിനു മുമ്പ്, അതായത് നമ്മള് 10ാം ക്ലാസ്സിലാണെങ്കിലും അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഏതെങ്കിലും ക്ലാസ്സുകളിലാണെങ്കിലും നമ്മൾ ട്രിഗണോമെട്രി പഠിക്കുമ്പോൾ ഒരു പൈതഗോറസ് തിയറം പഠിക്കുന്നുണ്ട്. അറിയാവോ? പൈതഗോറസ് തിയറം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? ഓക്കെ. പൈതഗോറസ് തിയറം പറയുന്നത് അറിയാമോ പൈതഗോറസ് തിയറം? ഓക്കെ. അതായത് ഞാൻ പറയാം. പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറയുമ്പോൾ എന്താ 90 ഡിഗ്രി അല്ലേ? 90 ഡിഗ്രി ആംഗിൾ വരുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ ഏറ്റവും വലിയ വശം. അതല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ കർണം എന്ന് പറയും. ഇംഗ്ലീഷിലാണെങ്കിൽ അതിനെ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയും. അറിയാവോ? ഹൈപ്പോട്ന്യൂസ്. ഇനി നേരെ താഴെ വരുന്നത് എന്താ? ബേസ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? പാദം എന്ന് പറയും. കേട്ടോ? പാദം കേട്ടില്ല? ഇനി ഈ കുത്തനെയുള്ളതിനെ നമ്മള് അല്ല പെർപെൻഡിക്കുലർ എന്നൊക്കെ പറയും. ലംബം അല്ലേ? എന്താ പൈതഗോറസ് തിയറം പറയുന്നത്? പൈതഗോറസ് തിയറം പറയുന്നത് ഇത്രയേ ഉള്ളൂ.
അതായത് ഹൈപ്പോന്യൂസ് സ്ക്വയർ ഈസിക്കൽ ടു എന്താ പറ, ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നല്ലേ? ഇവിടെ നിന്നും എനിക്ക് ഹൈപ്പോന്യൂസ് ആണ് കാണേണ്ടതെങ്കിൽ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇത് നമ്മൾക്കറിയാം, ഇത് നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുള്ളതാണ്, ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾക്ക് ഇത് എന്തിനു ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ക്ലിയർ ആവും. നമ്മുടെ അടുത്ത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് ചോദിക്കുക. അതായത് ആദ്യം ഞാൻ നോർത്തിലേക്ക് ഒന്ന് പോയി, എന്നിട്ട് ഞാൻ റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്തു. ഇതല്ലേ നോർത്ത്? റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്തു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ എവിടെ നിൽക്കുന്നത്? ഈസ്റ്റിലല്ലേ നിൽക്കുന്നത്, അല്ലേ? അതായത് ഞാൻ ആദ്യം നോർത്തിലേക്ക് പോയി, എന്നിട്ട് ഞാൻ ഈസ്റ്റിലേക്ക് തിരിഞ്ഞു. ഇപ്പൊ ഞാൻ എവിടെ നിൽക്കുന്നത്? ഈസ്റ്റിലാണ് നിൽക്കുന്നത്. എങ്കിൽ ഞാൻ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തുടങ്ങിയ സ്ഥലം ഇവിടാണ് തുടങ്ങിയത്. ഇവിടെ എത്താനുള്ള മിനിമം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ചോദിക്കുക. എങ്ങനെ കണ്ടുപിടിക്കും? അതിനാണ് നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നത്. അതായത് നമ്മൾക്കറിയാം രണ്ട് ഡയറക്ഷന്റെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. എങ്കിൽ മിനിമം അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതല്ലേ വരുന്നത്, അല്ലേ? ആണോ? ഹലോ, ആണ്. കേൾക്കാൻ പറ്റുന്നില്ലേ? അത് മനസ്സിലായില്ലേ? ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഓക്കെ, ഓക്കെ. അതായത് ഞാൻ ആദ്യം നോർത്തിലേക്ക് തിരിഞ്ഞു, എന്നിട്ട് ഞാൻ വീണ്ടും റൈറ്റ് സൈഡിലേക്ക്, അതായത് ഈസ്റ്റിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് എൻ്റെ ചോദിക്കുക, ഞാൻ തുടങ്ങിയ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയുള്ള, അതായത് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഞാൻ തുടങ്ങിയ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയുള്ള മിനിമം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ചോദിക്കുകയാണെങ്കിൽ ഇത് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ച പൈതഗോറസ് തിയറം 90 ഡിഗ്രി ആംഗിൾ. ഈ സൈഡിനെ എന്താ വിളിക്കുന്നത്? കർണം അല്ലെങ്കിൽ ഹൈപ്പോന്യൂസ് എന്നല്ലേ? അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ സൈഡ് ആയിരിക്കുമല്ലോ, അല്ലേ? അത് ഞാൻ ജസ്റ്റ് പറയാം. ഞാൻ നോർത്തിലേക്ക് ഒരു 4 കിലോമീറ്റർ സഞ്ചരിച്ചു. എന്നിട്ട് ഞാൻ വീണ്ടും എങ്ങോട്ട് തിരിഞ്ഞു? റൈറ്റിലേക്ക് തിരിഞ്ഞു, ഒരു 3 കിലോമീറ്റർ സഞ്ചരിച്ചു. എങ്കിൽ ചോദ്യം ഇതാണ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നിടത്ത് നിന്നും ഞാൻ ആദ്യം തുടങ്ങിയ സ്ഥലത്തേക്ക് എത്താനുള്ള ഷോർട്ടസ്റ്റ് അല്ലെങ്കിൽ മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇവിടുത്തെ കാര്യം ഹൈപ്പോന്യൂസ് കണ്ടാൽ മതി. എന്ന് പറയുമ്പോൾ ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നോ? എവിടെ വരെ കേട്ട്? ഹലോ, ഹലോ, നിങ്ങൾ എവിടെ വരെ കേട്ടെന്ന് പറയാവോ? ഇടയ്ക്ക് വെച്ച് കണക്ഷൻ പോയാണെന്ന് തോന്നുന്നു, ഒന്ന് പറയാവോ? ഹലോ, കർണം വരെ ഞാൻ ഈ പറഞ്ഞ എന്താ ഹൈപ്പോന്യൂസ് കണ്ടുപിടിക്കുന്ന തുടക്കമാണോ നിങ്ങൾ കേട്ടത്? അവസാനം? ഓക്കെ. അതായത് ഞാൻ ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. ഞാൻ നോർത്തിലേക്ക് ഒരു 4 കിലോമീറ്റർ സഞ്ചരിച്ചു, എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് ഒരു ടേൺ ചെയ്തു. അതായത് അതിനുശേഷം ഞാൻ 3 കിലോമീറ്റർ സഞ്ചരിച്ചു. എങ്കിൽ ഞാൻ ആദ്യം തുടങ്ങിയ സ്ഥലത്തേക്കുള്ള എൻ്റെ ഷോർട്ടസ്റ്റ് അല്ലെങ്കിൽ മിനിമം ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന് എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം, ഇതെന്ന് പറയുന്നത് ഹൈപ്പോന്യൂസ് ആണ്, അല്ലെ? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത്. അങ്ങനെ വരുമ്പോൾ ഹൈപ്പോന്യൂസ് എന്ന് പറയുന്നത് എന്താ? √(b²) ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത് 4ഉം ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3ഉമാണ്. എന്ന് പറയുമ്പോൾ 4ന്റെ സ്ക്വയർ 16 പ്ലസ് 3ന്റെ സ്ക്വയർ 9, √25 എന്ന് വരും. √25 എന്ന് പറയുന്നതിന്റെ വാല്യൂ 5 ആണ്, അല്ലേ?
ഹലോ അതെ. ആണ്. അതായത് എന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 കിലോമീറ്റർ ആണ്. എന്ന് പറയുമ്പോൾ എന്താ, ഞാൻ ലാസ്റ്റ് എത്തിയത് എവിടെയാണോ അവിടെ നിന്നും ഞാൻ തുടങ്ങിയ സ്ഥലത്തേക്കുള്ള മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാ? 5 കിലോമീറ്റർ. ഇവിടെ മിനിമം ഡിസ്റ്റൻസ് ചോദിക്കുകയാണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ഞാൻ ടോട്ടൽ എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്തു എന്ന് ചോദിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ആദ്യം നോർത്തിലേക്ക് എത്ര പോയത്? 4 കിലോമീറ്റർ. 4 കിലോമീറ്റർ പോയി. ഇനി നോർത്തിൽ നിന്നും ഈസ്റ്റിലേക്ക് എത്ര പോയി? 3 കിലോമീറ്റർ. ഇവിടെ ചോദ്യം ശ്രദ്ധിക്കണം, ഞാൻ ടോട്ടൽ എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്തു. അങ്ങനെ വരുമ്പോൾ ആദ്യം ഒരു 4 കിലോമീറ്റർ ട്രാവൽ ചെയ്തു, അതിനുശേഷം ഒരു 3 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. അതായത് ടോട്ടൽ എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്തു? 7 കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്തത്. അല്ലേ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ടോട്ടൽ എത്ര കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ വന്ന വഴിയിൽ എത്ര ദൂരം ഉണ്ടായിരുന്നോ അതെല്ലാം കൂടി കൂട്ടുക, അതിൻ്റെ എല്ലാം കൂടി സം കാണുക. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മൾ ഇതുവരെ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ, ഇതാണ് ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസിന്റെ ബേസിക് കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്ത് വരയ്ക്കുക നോക്കാം? ഡയറക്ഷൻസ് വരയ്ക്കുക അല്ലേ? ആദ്യം നോക്കൂ, നിങ്ങൾക്ക് ഡയറക്ഷൻ വരയ്ക്കാൻ പോവുകയാണ്. ആദ്യം ഒരു പ്ലസ് സൈൻ വരയ്ക്കുന്നു, എന്നിട്ട് ഏറ്റവും ടോപ്പിൽ നോർത്ത് അടയാളപ്പെടുത്തുന്നു, റൈറ്റ് സൈഡിൽ ഈസ്റ്റ് അടയാളപ്പെടുത്തുന്നു. നോർത്തിന് ഓപ്പോസിറ്റ് വെസ്റ്റ് ആണ്, ഈസ്റ്റിന് ഓപ്പോസിറ്റ് സൗത്ത് ആണ്. എങ്ങനെയാണ് ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസിലെ ക്വസ്റ്റ്യൻ ചെയ്തത് നമുക്ക് നോക്കാം. ആദ്യം രാമു എന്തോ കേൾക്കുന്നില്ല കേൾക്കുന്നില്ലെന്നാണോ പറഞ്ഞത്? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് വെസ്റ്റ് അല്ലേ വരെ? വെസ്റ്റ് വെസ്റ്റ്. ഓക്കെ. അതാണോ പറഞ്ഞത്? നോർത്തിന്റെ ഓപ്പോസിറ്റ് സൗത്ത്, ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് വെസ്റ്റ്. അതന്നെ. ഇനി രാമു ഈസ് ഫേസിങ് ഈസ്റ്റ്. രാമു എങ്ങോട്ട് നോക്കി നിൽക്കുന്നെന്നാ പറഞ്ഞേക്കുന്നത്? ഈസ്റ്റിലേക്ക് നോക്കി നിൽക്കുന്നു. ഹി ഗോസ് സ്ട്രെയിറ്റ് ഫോർ 55 മീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ രാമു ഈസ്റ്റിലേക്കാണ് നോക്കി നിൽക്കുന്നത്. അവിടെ നിന്നും എങ്ങോട്ടേക്ക് പോയി? ഒരു 55 മീറ്റർ മുൻപിലേക്ക് പോയി. ടേൺസ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങോട്ട് തിരിഞ്ഞു? ഇപ്പോൾ ഈസ്റ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങോട്ടാ തിരിഞ്ഞത്? ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ എങ്ങോട്ടാ പോകുന്നത്? നോർത്ത്. അതായത് ഞാൻ ജസ്റ്റ് ഇതിനെ ഒന്ന് താഴേക്ക് വരയ്ക്കുകയാണ്. ആദ്യം 55 മീറ്റർ ഈസ്റ്റിലേക്ക് പോയി, അവിടെ നിന്നും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ നോർത്തിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് എത്ര മീറ്റർ നടന്നെന്ന് അറിയാവോ? വാക്സ് 40 മീറ്റർ, അതായത് 40 മീറ്റർ നടന്നു. വീണ്ടും ദെൻ ടേൺസ് റൈറ്റ് ഹാൻഡ്, അതായത് വീണ്ടും എന്ത് ചെയ്തു? ഇപ്പോൾ നോർത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ വീണ്ടും റൈറ്റിലേക്ക് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ നോർത്തിന്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈസ്റ്റ് ആണ്. ഈസ്റ്റിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് എത്ര മീറ്റർ നടന്നു? 45 മീറ്റർ നടന്നു. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഇനി then again turns right hand covers a distance of 50 meter എന്ന് പറയുമ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഡയറക്ഷൻ ആണ്. അവിടെ നിന്നും റൈറ്റിലേക്ക് ടേൺ ചെയ്തു. റൈറ്റിലേക്ക് ടേൺ ചെയ്തിട്ട് എത്ര മീറ്റർ നടന്നു? 50 മീറ്റർ നടന്നു അല്ലേ? ഹലോ 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 കേൾക്കുന്നുണ്ടോ? ഓക്കെ ആണോ? അല്ലെ, ഞാൻ കേൾക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത് ഈസ്റ്റിൽ നിന്നും എന്ത് ചെയ്തു?
റൈറ്റിലേക്ക് ഒരു ടേൺ ചെയ്തു, എന്നിട്ട് 50 മീറ്റർ നടന്നു. ഇനി നമ്മുടെ ചോദ്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഡയറക്ഷൻ നമ്മൾ ഈ വരച്ചു വെച്ചിരിക്കുന്നതിൽ നിന്ന് വേണം മനസ്സിലാക്കാൻ. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഗോയിങ്? ഇപ്പോൾ ഏത് ഡയറക്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, ആദ്യം പോയി, പിന്നെ തിരിഞ്ഞു, വീണ്ടും തിരിഞ്ഞു, വീണ്ടും തിരിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഡയറക്ഷൻ കാണിക്കുന്നത് അല്ലേ? 50 മീറ്റർ ഇപ്പം താഴേക്കല്ലേ ഡയറക്ഷൻ കാണിക്കുന്നത്? ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏത് ഡയറക്ഷനിലേക്കാണ്? സൗത്തിലേക്ക്. അതായത് നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചതിന്റെ കൂട്ട് സൗത്ത് എന്ന് പറയുന്നതാണ് എന്ത്? താഴേക്ക് ആരോ വരുന്നത് അല്ലേ? സൗത്ത് എന്ന് പറയുന്നതാണ് താഴേക്ക് ആരോ വരുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം, ഇപ്പോൾ രാമു പോയിക്കൊണ്ടിരിക്കുന്നത് സൗത്ത് ഡയറക്ഷനിലേക്കാണ്. അതായത് നമ്മുടെ ഓപ്ഷൻ 4 ആണ് എന്ത്? കറക്റ്റ്. ഇതെല്ലാവർക്കും ഓക്കെ ആണോ? മനസ്സിലായോ? എങ്കിൽ അടുത്തൊരു പ്രോബ്ലം തരാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കിട്ടിയില്ല എങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ പ്രോബ്ലം അത് ചെയ്ത് നോക്കി. ഈസ്റ്റ് പറഞ്ഞോ. അതന്നെ, എല്ലാരും ചെയ്തോ? നിങ്ങൾ കിട്ടിയത് പറയാം, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാത്. ഈസ്റ്റ്. ഓക്കെ. ഞാൻ പറയാം, ആൻസർ പറഞ്ഞുതരാം. നോർത്ത് ഈസ്റ്റ് അല്ലേ? കുറച്ചു പേർക്ക് അപ്പൊ ഈസ്റ്റ്, ഒരാൾക്ക് നോർത്ത് ഈസ്റ്റ്, ബാക്കി ആരും ചെയ്തിട്ടില്ല. 5 പേരെ ചെയ്തോളാം മൊത്തം. നോർത്ത് ഈസ്റ്റ്. ഓക്കെ, നിങ്ങൾ കിട്ടിയ ആൻസർ പറയുക, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കാം. കുറച്ചു പേർക്കൊക്കെ നോർത്ത് ഈസ്റ്റ്, കുറച്ചു പേർക്കൊക്കെ ഈസ്റ്റ് ആണ് കിട്ടിയത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് വരുന്നത് നോക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, എ ഗേൾ വാക്സ് 12 കിലോമീറ്റർ സൗത്ത് ഫ്രം ഹെർ ഹൗസ്. അതായത് നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ കിട്ടി, എന്ത് വരയ്ക്കുക? ഡയറക്ഷൻ വരയ്ക്കുന്നു. നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. എന്നിട്ട് എ ഗേൾ വാക്സ് 12 കിലോമീറ്റർ സൗത്ത് ഫ്രം ഹെർ ഹൗസ്. അതായത് ഇതാണ് ആ കുട്ടിയുടെ വീടെങ്കിൽ അവിടെ നിന്നും സൗത്തിലേക്ക് ഒരു 12 കിലോമീറ്റർ സഞ്ചരിച്ചു. സൗത്തിലേക്ക് 12 കിലോമീറ്റർ പോയി. ടേൺസ് ലെഫ്റ്റ് ഹാൻഡ്. അതായത് സൗത്തിലേക്ക് പോകുന്ന ഒരാളുടെ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഈസ്റ്റ് ആയിരിക്കും അല്ലേ? ഈസ്റ്റിലേക്ക് തിരിഞ്ഞു, എന്നിട്ട് ഒരു 26 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. എഗെയിൻ ടേൺസ് ലെഫ്റ്റ്. ഈസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ ലെഫ്റ്റ് എന്ന് പറയുന്നത് നോർത്ത് ആണ്. അതിനുശേഷം ഒരു 37 കിലോമീറ്റർ സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈസ്റ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തു, എന്നിട്ട് ഒരു 37 കിലോമീറ്റർ സഞ്ചരിച്ചു. ഓക്കെ ആണോ? എഗെയിൻ ഷീ ടേൺസ് റൈറ്റ്. അതായത് വീണ്ടും എന്ത് ചെയ്തു? റൈറ്റ് ടേൺ എടുത്തു. റൈറ്റ് ടേൺ എടുത്തിട്ട് എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു? 6 കിലോമീറ്റർ സഞ്ചരിച്ചു. നോക്കാം, ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് ആണ്. അതായത് 6 മുകളിലേക്കാണെങ്കിൽ നോർത്ത് ആണ്. നോർത്തിൽ നിന്നും റൈറ്റിലേക്ക് തിരിഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ
ഈസ്റ്റിലേക്കല്ലേ തിരിഞ്ഞത്. നോർത്തിന്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് അല്ലേ. അവിടെ നിന്നും എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു? 6 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇനിയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ദ ഓഫീസ് ഓഫ് റീച്ച് ഓഫീസ്, അതായത് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ എന്താണ്, ഓഫീസിലാണ്. ഇതെന്ന് പറയുന്നത് ഓഫീസാണ്. ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ദ ഓഫീസ് ഓഫ് ദ ഗേൾ ഫ്രം ഹെർ ഹൗസ്. അതായത് വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഓഫീസ് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലാണ്? നമുക്കറിയാം, നമ്മൾ കാണേണ്ട ഇങ്ങനെയാണ് ഡയറക്ഷന് എഴുതുന്നത്. നോക്കി, ഇതല്ലേ വീട്, ഇതല്ലേ വീട്. ഈ വീട്ടിൽ നിന്നും ദാണ്ടെ ഇവിടം വരെ 12 കിലോമീറ്ററാ എന്ന് പറയുമ്പോൾ ദാണ്ടെ ഇത്രയും ഭാഗവും എന്ത് തന്നെ ആയിരിക്കും? 12 കിലോമീറ്റർ ആയിരിക്കും അല്ലേ? വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഏത് ഡയറക്ഷനാണ് ഓഫീസ്? അതായത് വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ ദാണ്ടെ ഇങ്ങനെ ആരുമല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്? ആണോ? മനസ്സിലായോ? വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് നോക്കുമ്പോൾ ആരും മനസ്സിലായോ? എല്ലാവർക്കും ഓക്കെ ആണോ? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അങ്ങനെ ഒരു ആരോ വരുന്നത് നമ്മൾ വരച്ചതിനകത്ത് ഏത് ഡയറക്ഷൻ ആണെന്ന് അറിയാവോ? എന്തായാലും നോർത്തും ഈസ്റ്റും സൗത്തും വെസ്റ്റും അത് നേരെ വരൂ. അതായത് നേരെ വരൂ, ഇങ്ങനെ വരൂ. അങ്ങനെ ചരിഞ്ഞൊരു ആരോ വരണമെന്നുണ്ടെങ്കിൽ ആ ആരോ മുകളിലേക്കുമാണ് ഇരിക്കുന്നത്. ചരിഞ്ഞ് ഒരു ആരോ മുകളിലേക്ക് ഇരിക്കുന്നത് അത് എവിടെയാണ്? നോർത്ത് ഈസ്റ്റിലല്ലേ? അല്ലേ? ആണോ? മനസ്സിലായോ? അതെ അതെ. അതായത് ചരിഞ്ഞൊരു ആരോ ഇരിക്കുന്നു, അതും ആരോടെ ഡയറക്ഷൻ വരുന്നത് മുകളിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് പറയാം ഇതേതാണ്? നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ആണ്. നിങ്ങൾക്ക് പലർക്കും ഈസ്റ്റ് ആണ് കിട്ടിയത്. അതെന്താ, ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരിക്കത്തില്ല, അതുകൊണ്ടായിരിക്കാം ഈസ്റ്റ് വന്നത്. അതായത് നമ്മൾ എപ്പോഴും വരച്ചതിന് ശേഷം നമ്മുടെ ആരോ വരുന്ന ഡയറക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ വരച്ച അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന ഡയറക്ഷൻ കൃത്യമായി നമ്മൾ പഠിച്ചില്ലേ, ഡയറക്ഷൻ പഠിച്ച് അത് വെച്ചിട്ട് കമ്പയർ ചെയ്യണം. ഇവിടെ വരുമ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് നോർത്ത് ഈസ്റ്റ് ആണ്. അതായത് ഓപ്ഷൻ 3 ആണ് ആൻസർ. എല്ലാവർക്കും ഓക്കെ അല്ലേ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. ശ്രദ്ധിക്കാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അത് നിങ്ങൾ ചെയ്യുവോ? നിങ്ങൾ ചെയ്ത് നോക്കുന്നതോ ചെയ്തു തരണോ? ആദ്യം തന്നെ ചെയ്യാം. ഇത്രയും കാര്യമുള്ളൂ. നിങ്ങൾ ആദ്യം ചെയ്ത് നോക്കുക, എന്നിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അധികം സമയം എടുക്കരുത്, വേഗം ചെയ്ത് നോക്കുക. One kilometer. Answer. 1 kilometer ആണോ? അവിടെ പറയാം. എല്ലാവർക്കും അതിനാണോ കിട്ടിയത്? ചെയ്ത് നോക്കട്ടെ. കിലോമീറ്റർ അല്ലേ വരിക? 1 കിലോമീറ്റർ ആണ്. പറയും, ബാക്കിയുള്ളവർ ചെയ്യട്ടെ. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ നിങ്ങൾ എന്തായാലും മെസ്സേജ് അയക്കാം. അപ്പൊ നമുക്ക് നോക്കാം ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റ് വരുന്നുണ്ട് എങ്കിൽ. ഓക്കെ. 1 കിലോമീറ്റർ. എല്ലോട്ടും എനിക്ക് ആർക്കും കിട്ടിയാന്ന് തോന്നുന്നു. 1 കിലോമീറ്റർ ആണ് അല്ലേ? ഓക്കെ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ശ്രദ്ധിക്കാം, ഞാൻ ക്വസ്റ്റ്യൻ പറയാം. എ പേഴ്സൺ മൂവ്സ് ഇൻ നോർത്ത് ഡയറക്ഷൻ. ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ഡയറക്ഷൻസ് ഒരു സൈഡിൽ വരച്ചങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് നോർത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ആരോ എങ്ങോട്ടാണ്? മുകളിലേക്കാണ്. എത്ര കിലോമീറ്റർ? 9 കിലോമീറ്റർ. ദെൻ ടേൺസ് ലെഫ്റ്റ്. നോർത്തിന്റെ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ് എന്ന് പറയുന്നത് ഈസ്റ്റ് ആണ്, ലെഫ്റ്റ് എന്ന് പറയുന്നത് വെസ്റ്റ് ആണ്. എന്നിട്ട് ഒരു 4 കിലോമീറ്റർ സഞ്ചരിച്ചു.
എഗെയിൻ ടേൺസ് ലെഫ്റ്റ്, വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ എത്ര ആണ്? ലെഫ്റ്റ് ഇതാണ്. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു, ഒരു 10 കിലോമീറ്റർ സഞ്ചരിച്ചു. നമുക്കറിയാം ഈ സ്റ്റാർട്ട് ചെയ്തരം തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 9. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എത്ര? 10 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാ. അതായത് ഏകദേശം ഇവിടം വരെയും എത്രയാണ് വരുന്നത്? 9 കിലോമീറ്റർ തന്നെയാണ് വരുന്നത് അല്ലേ? എഗെയിൻ ടേൺസ് ലെഫ്റ്റ് ആൻഡ് മൂവ്സ് ബൈ 4 കിലോമീറ്റർ. വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു, എന്നിട്ട് ഒരു 4 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇപ്പോൾ നിൽക്കുന്ന പൊസിഷൻ ഇതാണ് ഇപ്പോൾ നിൽക്കുന്ന പൊസിഷൻ. സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നുമാണ്. നമ്മുടെ ചോദ്യം, ഹൗ ഫാർ ദ പേഴ്സൺ ഈസ് ഫ്രം ഇനിഷ്യൽ പൊസിഷൻ. അതായത് ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും ആ പേഴ്സൺ നിൽക്കുന്ന എത്ര ദൂരം മാറിയിട്ടാ? തുടങ്ങിയ പൊസിഷൻ ഇതല്ലേ ഇനിഷ്യൽ. ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കിയാൽ പോരെ? ഏതാണ്ട് ഇത്രയുള്ള ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കി തന്നെ മനസ്സിലാക്കാം. എത്ര കിലോമീറ്ററാ? 1 കിലോമീറ്ററാ. അതായത് ടോട്ടല് ലാസ്റ്റ് ഒരു 10 കിലോമീറ്റർ തിരിഞ്ഞതിന് ശേഷമാണ് എങ്ങോട്ട് പോയത്? 4 കിലോമീറ്റർ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞത് എന്ന് പറയുമ്പോൾ ഇവിടം വരെ 9 ആണ്. അതിന്റെ ബാലൻസ് അല്ലേ ഇവിടെ വരൂ. ഇത് 9 ആണ്, ഇത് 9 ആണ്. ബാലൻസ് 10 നിന്ന് 9 കുറച്ചിട്ട് എത്ര? 1. അങ്ങനെയാണ് എത്ര കിട്ടിയത്? 1 കിലോമീറ്റർ എന്ന് കിട്ടിയത്. എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരുന്നു കിട്ടിയത്? നിങ്ങളെല്ലാരും ചിന്തിച്ചെടുത്തത് ഇങ്ങനെ തന്നെ ആയിരുന്നോ? ഓക്കെ അല്ലേ? മനസ്സിലായോ? ഇപ്പോൾ ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസിലെ ബേസിക് പ്രോബ്ലം ഇങ്ങനെയൊക്കെ വരൂ. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച ഡിഗ്രിയെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആംഗിളിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കാവോ? ഓക്കെ. നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായിരിക്കും നല്ലത്. എത്രത്തോളം നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു ഐഡിയ കിട്ടും. നോർത്ത് ഈസ്റ്റ് അല്ലേ വരിക? ഓക്കെ, നിങ്ങൾ മെസ്സേജ് ഇട്ടേക്ക്, നമുക്ക് നോക്കാം. ആർക്കെങ്കിലും തെറ്റി കിട്ടുകയാണെങ്കിലോ. ഓക്കെ, എല്ലാവർക്കും നോർത്ത് ഈസ്റ്റ് ആണോ കിട്ടിയത്? ഇന്നത്തെ തീരെ റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, മൈക്ക് ഓൺ ആക്കണമെന്നില്ല. കിട്ടിയ ആൻസർ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക. മനസ്സിലായിട്ടില്ല എങ്കിലും പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, ശ്രദ്ധിക്കാം. ഐ ആം ഫേസിങ് ഈസ്റ്റ്. നമ്മൾക്കറിയാം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം വരയ്ക്കേണ്ട എന്താ? ഡയറക്ഷനാണ്. അത് വരച്ച് ഒരു സൈഡ് വെച്ചു. എന്നിട്ട് ഞാൻ അത് വരയ്ക്കാം. അതിനകത്തോട്ട് തന്നെ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതാണ് ഡയറക്ഷൻ. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഐ ആം ഫേസിങ് ഈസ്റ്റ്. ഞാൻ എങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നത്? അതുകൊണ്ട് ഈസ്റ്റിലേക്കാണ് നോക്കിയിരിക്കുന്നത്. ഐ ടേൺ 100 ഡിഗ്രി ഇൻ ക്ലോക്ക് വൈസ്. എന്താ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും അറിയാവോ? അതായത് ഇപ്പോൾ ഞാൻ നോക്കി നിൽക്കുന്നത് ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞു. ഇതൊരു ക്ലോക്ക് ആണെന്ന് കരുതുക. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഇങ്ങനെയല്ലേ ക്ലോക്ക് വൈസ് പോകുന്നത്. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇത് നേരെ തിരിഞ്ഞ്. ഇപ്പോൾ ഈസ്റ്റിലേക്കാണ് നോക്കി നിൽക്കുന്നത്. അവിടെ നിന്നും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് 100 ഡിഗ്രി തിരിഞ്ഞു എന്ന് പറയുമ്പോൾ, ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കി നിൽക്കുന്നത് എങ്ങനെയാണോ ഇതാണ് ക്ലോക്ക് വൈസ്. അതായത് നേരെ ഇങ്ങനെ തിരിയും. നോക്കാം, 100 ഡിഗ്രിയാണ് തിരിയുന്നത്. നമുക്കറിയാം
രണ്ട് ഡയറക്ഷന്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. ഞാൻ ക്ലോക്ക് വൈസിൽ 90 ഡിഗ്രിയാണ് തിരിയുന്നതെങ്കിൽ, ഈസ്റ്റിലേക്ക് നോക്കി നിന്നിട്ട് 90 ഡിഗ്രിയാണ് തിരിയുന്നതെങ്കിൽ എന്താ, ഞാൻ സൗത്തിലേക്കാണ് എൻ്റെ നോട്ടം വരുന്നത്, അല്ലെങ്കിൽ ഞാൻ ഫേസ് ചെയ്ത് നിൽക്കുന്നത് സൗത്തിലേക്കാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എത്രയാ? 100 ഡിഗ്രി ക്ലോക്ക് വൈസ് എന്നാ. 90 ഡിഗ്രി ഞാൻ തിരിഞ്ഞു, വീണ്ടും ഒരു 10 ഡിഗ്രി കൂടി ഉണ്ട്, അതാണ് ഞാൻ ഇപ്പോൾ ചരിയുന്നത് അല്ലേ? ഇതാണ് 10 ഡിഗ്രി. ഇപ്പോൾ ഞാൻ എവിടെ നിൽക്കുന്നത്? അതാണ് വെസ്റ്റിന്റെയും സൗത്തിന്റെയും ഇടയിലായിട്ടാണെന്ന് പറയാം. എന്നുവെച്ചാൽ പ്രോപ്പർ സെന്റർ എന്ന് പറയാൻ പറ്റില്ല, കാരണം പ്രോപ്പർ സെന്റർ വരണമെങ്കിൽ രണ്ട് ഡയറക്ഷന്റെ ഇടയിലുള്ള പ്രോപ്പർ സെന്റർ എന്ന് പറഞ്ഞാൽ എത്ര വരണം? രണ്ടിടത്തും 45 ഡിഗ്രി വെച്ച് വരണം അല്ലേ? ഇവിടെ പക്ഷെ പ്രോപ്പർ സെന്റർ അല്ല എങ്കിൽ കൂടിയും ഞാൻ സൗത്തിന്റെയും വെസ്റ്റിന്റെയും ഇടയിലാണ് നിൽക്കുന്നത്. ഇനി ആൻഡ് ദെൻ 145 ഡിഗ്രി ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. നമ്മൾ ഇപ്പോൾ തിരിഞ്ഞത് ക്ലോക്ക് വൈസിലാണെങ്കിൽ ഇനി എങ്ങോട്ടാണ് തിരിയേണ്ടത്? ആന്റി ക്ലോക്ക് വൈസിലേക്കാണ് തിരിയുന്നത്. അതായത് ഇവിടെയാണ് ഞാൻ ഇപ്പോൾ നോക്കി നിൽക്കുന്നത്. ഇവിടെ നിന്നും ഞാൻ ആന്റി ക്ലോക്ക് വൈസിലേക്ക് ഒരു 145 തിരിയുക. ഇവിടം വരെ 10 ആന്റി ക്ലോക്ക് വൈസ് നേരെ തിരിച്ചിങ്ങനല്ലേ? ഇവിടം വരെ 10, ഇവിടം വരെ 90. അതായത് ഇത്രയും ഭാഗം എന്ന് പറയുന്നത് എത്ര? 100 ഡിഗ്രിയാണ് ആണല്ലോ. ആണ്. എനിക്ക് തിരിയേണ്ടത് എത്രയാ? 145 ഡിഗ്രി. അതായത് ഞാൻ നിന്ന പൊസിഷനിൽ നിന്നും ഒരു 100 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസിൽ തിരിഞ്ഞപ്പോൾ ഞാൻ ഈസ്റ്റിലെത്തി. ഇനി എനിക്കൊരു 45 ഡിഗ്രി കൂടി തിരിയണം എന്ന് പറയുമ്പോൾ കറക്റ്റ് നോർത്തിന്റെയും ഈസ്റ്റിന്റെയും സെൻട്രൽ വരുത്തില്ലേ? നോർത്തിന്റെയും ഈസ്റ്റിന്റെയും സെൻട്രലിലെത്തി. ക്വസ്റ്റ്യൻ, വിച്ച് ഡയറക്ഷൻ ആം ഐ ഫേസിങ് നൗ? ഞാൻ ഇപ്പോൾ നോക്കി നിൽക്കുന്ന ഡയറക്ഷൻ ഏതാണ്? അതായത് ആദ്യം 100 ഡിഗ്രി ക്ലോക്ക് വൈസ് തിരിഞ്ഞു, വീണ്ടും 145 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് തിരിഞ്ഞു, എന്നിട്ട് ഞാൻ ഇപ്പോൾ നോക്കി നിൽക്കുന്ന ഡയറക്ഷൻ ഏതാണ്? അതായത് നോർത്തിന്റെയും ഈസ്റ്റിന്റെയും ഇടയിലുള്ള ഡയറക്ഷൻ എന്താ വിളിക്കുന്നത്? നോർത്ത് ഈസ്റ്റ് അല്ലേ? അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെയാണല്ലേ കിട്ടിയത്? ഓക്കെ, നിങ്ങൾക്ക് ഇനി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മള് ഈ ഡിഗ്രി വരുന്ന കേസ് അല്ലെങ്കിൽ അങ്ങനെ വരുന്ന പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു വലുതായിട്ട് എന്ത് വരയ്ക്കുക? ഡയറക്ഷൻസ് വരയ്ക്കുക. എന്നിട്ട് ആ വരച്ചതിനകത്ത് വേണം ചെയ്യാൻ. അതാകുമ്പോൾ നമുക്ക് ഇച്ചിരി എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അതായത് ആദ്യം ഒരു പ്ലസ് വരച്ച് നമ്മൾ ഇച്ചിരി വലുതായിട്ട് വരച്ചിട്ട് അതിനകത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഈ പ്രോബ്ലം ചെയ്ത് മാറ്റാൻ പറ്റും. ഓക്കെ അല്ലേ? പിന്നെ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെച്ചിരിക്കണം. ഇനി അടുത്തൊരു പ്രോബ്ലം നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്ത് വേഗം അതിന്റെ ആൻസർ എന്ന് പറയാം. സൗത്ത് ആണ് എല്ലാവരും കിട്ടിയത്. ജസ്റ്റ് മെസ്സേജ് ഇട്ടേക്കാം. എല്ലാത്തിലും ആദ്യം അജയ് കൃഷ്ണ ആണല്ലോ പറയുന്നത്. സൗത്ത് ഈസ്റ്റ്. ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം. പലർക്കും പലതായിരിക്കുമല്ലോ കിട്ടുന്നത്. നോക്കാം. സൗത്ത് ഈസ്റ്റ്. ഓക്കെ, വേറെ ഏതെങ്കിലും വന്ന ആരെങ്കിലും ഉണ്ടോ? ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി തന്നെ. നമുക്ക് നോക്കാം. കിട്ടുന്നതിൽ പ്രശ്നമൊന്നുമില്ല, പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ്. ഓക്കെ, ഒട്ടുമിക്ക ആൾക്കാർ എനിക്ക് തോന്നുന്നു സൗത്ത് ഈസ്റ്റ് ആണ് കിട്ടിയത്. ആദ്യം സൗത്ത് കിട്ടിയ കുറച്ച് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം ഇവിടെ ആംഗിളിന്റെ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഡിഗ്രി ആയതുകൊണ്ട് ഞാൻ ഈ ഡയറക്ഷൻ തന്നെ പറയാൻ പോവാ. നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. നോർത്ത് വെസ്റ്റ്. നോർത്ത് വെസ്റ്റിലേക്കാണ്. ഇതല്ലേ നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത്?
ഇതാണ് നോർത്ത് വെസ്റ്റ്. ഹി ടേൺസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ബൈ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലാണ് നോക്കി നിൽക്കുന്നത്. ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ദണ്ട് ഇങ്ങനെയല്ലേ വരുന്നത്. ക്ലോക്ക് വൈസിലേക്ക് 90 ഡിഗ്രി തിരിഞ്ഞു, അതായത് നേരെ ദാണ്ട് ഇങ്ങനെ തിരിയണം. നമുക്കറിയാം നോർത്ത് വെസ്റ്റിന്റെയും നോർത്തിന്റെയും ഇടയിലുള്ള ആംഗിൾ 45 ടോട്ടൽ 90 ഡിഗ്രിയാണ് തിരിഞ്ഞത് എങ്കിൽ എവിടെ വരും? നോർത്ത് ഈസ്റ്റിൽ വരും അല്ലേ? നോർത്തിന്റെയും അല്ല നോർത്ത് ഈസ്റ്റ്, നോർത്തിന്റെയും ഈസ്റ്റിന്റെയും ഇടയിലുള്ള ആംഗിൾ 90 നോർത്ത് ഈസ്റ്റിന്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? 45. അതായത് ടോട്ടൽ തിരിഞ്ഞിട്ട് എത്ര വന്നു? 90 ഡിഗ്രി തിരിഞ്ഞു. ഇനി 180 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അതായത് ഇപ്പോൾ നോക്കി നിൽക്കുന്നത് നോർത്ത് ഈസ്റ്റിലേക്കാണ്. അവിടെ നിന്നും 180 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസിൽ തിരിഞ്ഞു. നമുക്കറിയാം അതാണ്ട് ഇവിടെ വരെ 90, 180 അല്ലേ തിരിഞ്ഞത്. നോർത്ത് ഈസ്റ്റിൽ നിന്നും 90 തിരിഞ്ഞാൽ ഞാൻ നോർത്ത് വെസ്റ്റിലെത്തും, അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റിലേക്ക് ഫേസ് ചെയ്യും. ഇനി അവിടെ നിന്നും എനിക്കൊരു 90 തിരിയണം എങ്കിൽ മാത്രമേ എന്താകൂ? ടോട്ടൽ 180 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ആകൂ. അതായത് ഇതൊരു 45, ഇവിടെ ഒരു 45. അതായത് ഞാൻ ടോട്ടല് നോർത്ത് ഈസ്റ്റിൽ നിന്നും 180 ഡിഗ്രി തിരിഞ്ഞപ്പോൾ എവിടെ എത്തി? സൗത്ത് വെസ്റ്റിലെത്തി. ഇനി ആൻഡ് ദെൻ അനദർ 90 ഡിഗ്രി ദ സെയിം ഡയറക്ഷൻ, അതായത് വീണ്ടും ഒരു 90 ഡിഗ്രി. ഇപ്പോൾ എങ്ങനെയാണോ തിരിഞ്ഞത്, ലാസ്റ്റ് നമ്മൾ തിരിഞ്ഞത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. അവിടെ നിന്നും വീണ്ടും ഒരു 90 ഡിഗ്രി സെയിം ഡയറക്ഷനിലേക്ക് തന്നെ റൊട്ടേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 45 ഉണ്ട്. ടോട്ടൽ 90 വേണ്ടത്. 90 വരണമെന്നുണ്ടെങ്കിൽ സൗത്തിന്റെയും ഈസ്റ്റിന്റെയും കറക്റ്റ് സെന്റർ വരണം. അതായത് ഇവിടെയാണ് 90 ഡിഗ്രി തിരിഞ്ഞപ്പോൾ നിൽക്കുന്നത്. ക്വസ്റ്റ്യൻ, വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫേസിങ് നൗ? ഇപ്പോൾ നോക്കി നിൽക്കുന്ന ഡയറക്ഷൻ ഏതാണ്? അതായത് നമുക്കറിയാം സൗത്തിന്റെയും ഈസ്റ്റിന്റെയും ഇടയിലാണ്. നമുക്ക് അതുകൊണ്ട് എന്ത് പറയാം? സൗത്ത് ഈസ്റ്റ് എന്ന് പറയാം. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായോ? ഇനി തെറ്റിയവരുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം മനസ്സിലായി. സൗണ്ട് ക്ലിയർ ആകുന്നില്ലെന്നാണോ? ഒട്ടും കേൾക്കാൻ പറ്റിയിട്ടില്ല? ഓക്കെ ആണ്, പ്രശ്നമില്ല. ആരും മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഡിഗ്രി വരികയാണെങ്കിൽ അല്ലെങ്കിൽ ആംഗിൾ പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ആ ഡയറക്ഷനിൽ തന്നെ മാക്സിമം വരയ്ക്കാൻ നോക്കുക. അതായത് നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ഇല്ലാണ്ട് ചെയ്ത് മാറ്റാൻ പറ്റും. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ മാൻ ഈസ് ഫേസിങ് സൗത്ത്. നിങ്ങൾ ചെയ്ത് നോക്കാവോ? വേഗം ചെയ്യും. ഡിഗ്രി വരുന്ന പ്രോബ്ലം. എ മാൻ ഈസ് ഫേസിങ് സൗത്ത്, ഹി ടേൺസ് 135 ഇൻ ആന്റി ക്ലോക്ക് വൈസ്. സൗത്ത് വെസ്റ്റ്. അല്ല, സൗണ്ട് ക്ലിയർ ആവുന്നില്ലേ? അത് മെസ്സേജ് അയച്ചേക്കുന്നു. ഉണ്ടല്ലോ, ക്ലിയർ ആണല്ലോ. ക്ലിയർ ആണല്ലോ? ഓക്കെ. സൗത്ത് വെസ്റ്റ്. ഓക്കെ, വേറെ ആൻസർ എല്ലാവരും ചെയ്തോ? സൗത്ത് വെസ്റ്റ്. ഓക്കെ, മനസ്സിലായോ? ചെയ്യാൻ മനസ്സിലായോ? ഓക്കെ ആണോ? നമുക്ക് അത്യാവശ്യം ഇപ്പോൾ സമയം എടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് ചെയ്ത് മാറ്റാൻ പറ്റും. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രഥമം സൗത്ത് വെസ്റ്റ് ആണ് കിട്ടിയത്. നോക്കാം. എ മാൻ ഈസ് ഫേസിങ് സൗത്ത്.
ഓക്കെ. അവിടെ ആദ്യം നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ് അടയാളപ്പെടുത്തി. എ മാൻ ഈസ് ഫേസിങ് സൗത്ത് എന്നാണ് പറയുന്നത്, സൗത്തിലേക്കാണ് നോക്കി നിൽക്കുന്നത്. അവിടെ നിന്നും 135 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് അല്ല, ആന്റി ക്ലോക്ക് വൈസ് ആണ് നേരെ തിരിഞ്ഞ് 135 ഡിഗ്രി. എനിക്കറിയാം ഞാൻ 90 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസിൽ തിരിയുമ്പോൾ ഈസ്റ്റിലെത്തും. അവിടെ നിന്നും 135 എന്നാണ് പറഞ്ഞത്, 90 ഡിഗ്രി തിരിഞ്ഞു. ഇനി ബാലൻസ് എത്ര ഉണ്ട്? 45 ഡിഗ്രി ഉണ്ട്. 90 45 ചേരുമ്പോഴേ 135 ആവുന്നത്. അതായത് ഞാൻ ഒരു 45 ഡിഗ്രി കൊണ്ട് തിരിയുമ്പോൾ എവിടെ എത്തി? നോർത്ത് ഈസ്റ്റിലെത്തി. ടോട്ടല് എത്ര തിരിഞ്ഞു? 135 ഡിഗ്രി തിരിഞ്ഞു. ആൻഡ് ദെൻ 180 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നോർത്ത് ഈസ്റ്റിലാണ് എങ്കിൽ ഞാൻ അവിടെ നിന്നും 180 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് തിരിയുക. ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്. ഇവിടെ നിന്നും 180 ഡിഗ്രി. ഇത് ഇവിടം വരെ നമ്മൾക്കറിയാം എത്രയാണ്? 135 ആണ്. 180 ആകണമെന്നുണ്ടെങ്കിൽ ഇനി എത്രയും കൂടി വേണം? ഒരു 45 ഡിഗ്രി കൂടി തിരിയണം അല്ലേ? ഞാനൊരു 135 ഡിഗ്രി ക്ലോക്ക് വൈസ് തിരിഞ്ഞപ്പോൾ സൗത്തിലെത്തി. അവിടെ നിന്നും ഒരു 45 ഡിഗ്രി കൂടി തിരിയണം. അപ്പോൾ ഞാൻ എവിടെ എത്തും? സൗത്ത് വെസ്റ്റിലെത്തും. അതായത് ടോട്ടൽ ഞാനിപ്പോൾ എത്ര തിരിഞ്ഞു? 180 ഡിഗ്രി ക്ലോക്ക് വൈസ് തിരിഞ്ഞു. ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫേസിങ് നൗ? ഇപ്പോൾ ഞാൻ നോക്കി നിൽക്കുന്ന ഡയറക്ഷൻ ഏതാണ്? അതായത് നമ്മുടെ ആൻസർ വരുന്നത് സൗത്ത് വെസ്റ്റ് ആണ്, ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേ? ഇത് തന്നെയാണെന്ന് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാവർക്കും കിട്ടിയത്. നമ്മൾ അത്യാവശ്യം ചെയ്യാൻ പഠിച്ചു. അതായത് ഡിഗ്രി വരുന്നതാണ് ഈ പ്രോബ്ലത്തിൽ അത്യാവശ്യം എന്തായാലും ഈ ടൈപ്പിൽ ക്വസ്റ്റ്യനിലെ സമയം എടുക്കുന്നത്. അതിന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ചെയ്യണം. നോർത്ത് വെസ്റ്റ് ആർക്കാണ് കിട്ടിയത്? നോർത്ത് വെസ്റ്റ് ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് സൗത്ത് വെസ്റ്റ് വന്നെന്നുള്ളത്? സൗത്ത് വെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ പറ്റിയ മിസ്റ്റേക്ക് ആണോ? മനസ്സിലായോ? ഓക്കെ, അപ്പം നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. നോക്കി, എ ബോയ് വാക്സ് സൗത്ത് ഫോർ 25 മീറ്റർ ആൻഡ് ദെൻ റീച്ചസ് എ പോൾ. ആദ്യം ഡയറക്ഷൻ വരയ്ക്കുക. നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. എ ബോയ് വാക്സ് സൗത്ത് ഫോർ, അതായത് സൗത്തിലേക്കാണ് പോയത്. എത്ര ദൂരം പോയി സൗത്തിലേക്ക്? 25 മീറ്റർ പോയി. ആൻഡ് ദെൻ റീച്ചസ് എ പോൾ. ഇപ്പോൾ എവിടെ എത്തി? പോളിലെത്തി, അല്ലെങ്കിൽ പോളിന്റെ അടുത്തെത്തി. ഹി ദെൻ ടേൺസ് ലെഫ്റ്റ് ഹാൻഡ്, ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സൗത്തിലേക്കാണ്. അവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ലെഫ്റ്റിലേക്ക്. ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് ഒരു 12 മീറ്റർ നടന്നു. വീണ്ടും ഈ 12 മീറ്റർ നടന്നതിന് ശേഷം ടേൺസ് റൈറ്റ്, അതായത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈസ്റ്റിലേക്കാണ്. അവിടെ നിന്നും റൈറ്റ് തിരിഞ്ഞു. എന്നിട്ട് ഒരു 5 മീറ്റർ നടന്നു. വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ടു ദ പോൾ ഫ്രം ദ കറന്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി പറയാം. ആരോ താഴോട്ട് വരുന്നത് ഏതാ? സൗത്ത് ആണ്. പക്ഷെ ഇവിടുത്തെ ചോദ്യം വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ടു ദ പോൾ ഫ്രം ഈസ് കറന്റ് ലൊക്കേഷൻ. നമുക്കറിയാം പോൾ എന്ന് പറയുന്നതാണ് ഇവിടെയാണ് വരുന്നത്. ഇതാണ് പോള്. പോളിന്റെ അടുത്ത് നിന്നും ഇപ്പോൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. നമ്മൾക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര ട്രാവൽ ചെയ്തതെന്നല്ല ചോദിച്ചിരിക്കുന്നത്, ടോട്ടൽ ഡിസ്റ്റൻസ് എന്നാണ്, അല്ല മിനിമം ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം രണ്ട് ഡയറക്ഷന്റെ ഇടയിലുള്ള ആംഗിള് 90 ഡിഗ്രിയാണ്. ഇവിടെ ഒരു 90 ഡിഗ്രി വരുന്നുണ്ട്. ഈ 90 ഡിഗ്രി വരുന്നത് കൊണ്ട് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ചോദിക്കുകയാണെങ്കിൽ ഏത് തിയറം? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 12 മീറ്റർ ആണ്. ഇത് 5 മീറ്റർ ആണ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡിനെ വിളിക്കുന്ന പേര് ഹൈപ്പോന്യൂസ്. നമുക്കറിയാം h² √√a² പ്ലസ് b², അതായത് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ്², അല്ലെങ്കിൽ അല്ല h നമുക്കറിയാം ഇവിടുത്തെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 12, ബേസ് എന്ന് പറയുന്നത് എത്ര? 5. 12ന്റെ സ്ക്വയർ എത്ര വരും? 144. 144 പ്ലസ് 5ന്റെ സ്ക്വയർ 25. h √144
169 വരും. 169ന്റെ റൂട്ട് എത്ര വരും? 169ന്റെ റൂട്ട് 13. ഓക്കെ, അതായത് ഇവിടെ നമ്മുടെ ആൻസർ 13 കിലോമീറ്റർ എന്ന് വരും. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 13 കിലോമീറ്റർ ആണ്. ഞാൻ ഇവിടെ എത്ര ദൂരം സഞ്ചരിച്ചു, ടോട്ടൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഈ 25ഉം 12ഉം 5ഉം കൂടി കൂട്ടണം. അതായത് ക്വസ്റ്റ്യൻ നന്നായി മനസ്സിലാക്കണം. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ എന്തുണ്ടായിരിക്കും? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാനുണ്ടായിരിക്കും. അതിനെ കൃത്യമായി എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടത് കൃത്യമായി നിങ്ങൾ ആ സ്ഥലം മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ പഠിച്ച 3 കൺസെപ്റ്റുകളും, അതായത് ബേസിക് ആയിട്ട് എങ്ങനെയാണ് ഡയറക്ഷൻ, അല്ലെങ്കിൽ ഡിഗ്രി, അല്ലെങ്കിൽ നമ്മുടെ ആംഗിള്, പിന്നെ ഈ പറഞ്ഞ തൊട്ട് എന്തായിരുന്നു ഇത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഇത് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അടുത്തൊരു പ്രോബ്ലം തരാം, നിങ്ങൾ സ്വന്തമായി ചെയ്ത് നോക്കാം. തന്നെ 13. ഓക്കെ, ഇപ്പൊ കിട്ടിയ ക്വസ്റ്റിന്റെ ആൻസർ 13 തന്നെയാണോ? ഓക്കെ, നോക്കാം. അതായത് അഭിഷേക് സ്റ്റാർട്ടിങ് ഫ്രം ഹിസ് ഹൗസ് ആൻഡ് ഗോസ് 5 കിലോമീറ്റർ ഈസ്റ്റ്. അതായത് വീട്ടിൽ നിന്നും അഭിഷേക് ഈസ്റ്റിലേക്ക് 5 കിലോമീറ്റർ പോയി. 5 കിലോമീറ്റർ. എന്നിട്ട് ദെൻ ഹി ടേൺസ് ടു ദ റൈറ്റിലേക്ക് പോയി. എത്ര കിലോമീറ്റർ? 12 കിലോമീറ്റർ. വാട്ട് മിനിമം ഡിസ്റ്റൻസ് വിൽ ബി കവേർഡ് ബൈ ഹിം ടു കം ബാക്ക് ടു ഹിസ് ഹൗസ്. അതായത് തിരിച്ച് വീട്ടിലേക്ക് പോകണമെങ്കിൽ അതായത് മിനിമം എത്ര ദൂരം സഞ്ചരിച്ചാൽ കൃത്യമായി എത്തും? നമുക്കറിയാം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സൗത്തിലേക്കാണ്. മിനിമം ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. മിനിമം ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമുക്കറിയാം ഇവിടെ ഒരു പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാനുണ്ട്. പൈതഗോറസ് തിയറം നമ്മൾ പഠിച്ചു. h = a² + b² എന്ന് പറയുമ്പോൾ √12ന്റെ സ്ക്വയർ പ്ലസ് 5ന്റെ സ്ക്വയർ 144 പ്ലസ് 25 √169. ആൻസർ എത്ര വരും? 13 എന്ന് വരും. അതായത് മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അഭിഷേകിന് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും അഭിഷേകിന്റെ വീട്ടിലേക്ക് ചെന്നെത്താനുള്ള മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 13 കിലോമീറ്റർ ആണ്. എല്ലാവർക്കും ഓക്കെ ആണോ? ഇതുവരെ പറഞ്ഞ അല്ലെങ്കിൽ ഇതുവരെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും കൃത്യമായി മനസ്സിലായി? ഓക്കെ ആണ്? ഓക്കെ, നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് പഠിക്കുവാൻ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി ഇതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഷാഡോ ബേസ്ഡ് പ്രോബ്ലംസ് എന്ന് നമ്മൾ പറയും. കണ്ടോ, നമ്മൾ തന്നെ ഷാഡോ അറിയാലോ, നമ്മുടെ നിഴലിനെ നമ്മൾ നോക്കത്തില്ലേ? പണ്ടുള്ള ആൾക്കാരൊക്കെ സമയം കണക്കാക്കിയിരുന്നത് നിഴലിനെ വെച്ചിട്ടായിരുന്നു, അറിയാലോ. അതായത് ഈ ഷാഡോ ബേസ്ഡ് പ്രോബ്ലം അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ പറഞ്ഞ ഡയറക്ഷനും സബ് ഡയറക്ഷനും ഈ ആംഗിളും അല്ലെങ്കിൽ പറഞ്ഞ മിനിമം ഡിസ്റ്റൻസും എല്ലാം അറിഞ്ഞിരിക്കണം. ഇതിന്റെ കൂടെ കുറച്ചധികം കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ ആണല്ലോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ ആണ്? എല്ലാവരും ഓക്കെ ആണെങ്കിൽ ഓക്കെ. അപ്പം നിങ്ങൾക്ക് കുറച്ചധികം പ്രോബ്ലംസ് നമ്മൾ തരാം. അതിനനുസരിച്ച് നിങ്ങൾ അത് വർക്ക് ചെയ്യുക. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അറിയാലോ, ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മൾ റഫ് ഷീറ്റ് കിട്ടുമ്പോൾ പ്ലസ് സൈൻ വരയ്ക്കുമ്പോൾ ടോപ്പിൽ നോർത്തും റൈറ്റ് സൈഡിൽ ഈസ്റ്റും ആണെന്ന് മാത്രം ആലോചിച്ചാൽ മതി. ടോപ്പിൽ നോർത്ത്, റൈറ്റ് സൈഡിൽ ഈസ്റ്റ്, ബാക്കി നിങ്ങൾക്ക് സ്വന്തമായി എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? റെക്കോർഡ് ക്ലാസ് ഉണ്ടോ? ഓക്കെ, അപ്പം എല്ലാവർക്കും ബൈ. ഞങ്ങൾ ക്വസ്റ്റ്യൻ അയച്ചു തരാം, ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.